ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ നമ്മൾ എണീറ്റ് കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റ് ഔട്ടിലൊന്ന് ഇറങ്ങി നോക്കി. വെളിച്ചമൊക്കെ നന്നായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിലെ വിൻഡോസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുകയാണ്. എനിക്ക് രാവിലെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വേണം കേട്ടോ. നല്ല കാറ്റ് കയറാൻ വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കെറ്റിലിൽ വെള്ളം വെക്കുകയാണ്. ഗ്രീൻ ടീ ആക്കി. പിന്നെ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കുക കേട്ടോ. ഇത് എഗ് ബോയിലറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം വെക്കുക കേട്ടോ. ഇപ്പം ചൂടുവെള്ളമാണ് കുടിക്കാറ്. ഒരു ത്രോട്ട് പെയിനൊക്കെ വന്നത് പിന്നെ ചൂടുവെള്ളമാണ് ഇപ്പോൾ കുടിക്കാറ്. അതിനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് ഏകദേശം ബോയിൽഡ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തലേദിവസം അരി റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ട്. അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കടന്നിരിക്കുക കേട്ടോ. പിന്നെ മോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കോണുണ്ട്. അത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓവനിൽ വെച്ചിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. നന്നായിട്ട് ബോയിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചു. പിന്നെ മുട്ടയെല്ലാം നന്നായിട്ട് ബോയിൽഡായി കിട്ടി. അതിനെ ഒരു വെള്ളം നിറച്ച പാത്രത്തിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ സിറ്റ് ഔട്ടിൽ പോയിരുന്നു കുടിച്ചു. അപ്പോഴത്തേക്കും കിവിക്കുട്ടൻ എണീറ്റ് വന്നിരുന്നു. അവൻ TV കാണുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ചു. ചോറ് നമ്മൾ വാർക്കാൻ പോവാണ്. ഇത് നമ്മൾ ചായ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. പാൽ ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. നമ്മൾ ഉണ്ടാക്കുന്നത് നുറുക്കുപ്മാവ് കേട്ടോ. നുറുക്കുപ്മാവ് ഉണ്ടാക്കാനുള്ള ഉപ്മാവ് എടുത്ത് വെച്ചു. പിന്നെ അപ്പോഴത്തേക്കും ചായ തിളച്ചു. അതിലേക്ക് പൊടിയിട്ടു. നമ്മൾ മസാലക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഉപ്മാവിനെ സൈഡായിട്ട് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മസാലക്കറി. അതിനായിട്ട് ഞാൻ ഒനിയൻ കട്ട് ചെയ്യുകയാണ്. പിന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി കൂടെ വെക്കുന്നുണ്ട്. അതിനുള്ള അനിയൻസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല ഫ്രഷ് കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതപ്പം മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊട്ടറ്റോ നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഓവനിൽ വെച്ചിട്ടാട്ടോ ബോയിൽ ചെയ്യുന്നത്, കുക്കറിൽ വെച്ചിട്ടല്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം പൊട്ടറ്റോയിൽ എല്ലാത്തിൻ്റെയും. നന്നായിട്ട് സൈഡ് ബൈ സൈഡ് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളിത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഒരു 5 to 6 minutes ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ നരിച്ച് എടുത്ത് വെക്കുവാണേ. നമുക്ക് നൂർക്കുപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു. പിന്നെ കുറച്ച് കടുകിടും, കുറച്ച് ഉഴുന്ന്, ഇതൊക്കെ ചേർത്തിട്ടാണ്. ഇത് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒരു ബ്രൗൺ കളറാകുമ്പം, ഉഴുന്നിന് ബ്രൗൺ കളറാകുമ്പം നമ്മളതിലേക്ക് ഒനിയനൊക്കെ ആഡ് ചെയ്യും. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്, ഡൈജഷനൊക്കെ പെട്ടെന്ന് നടക്കും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ്. നമ്മളതിലേക്ക് ഓണിയൻ ആഡ് ചെയ്തു. പിന്നെ കറി ലീഫ് ഇതൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ സോൾട്ടും ചേർക്കുക. ഇനി നമ്മുടെ നുറുക്കുപ്പുമാവ് അതിലേക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒരു സ്മെല്ല് വരും, റോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു സ്മെല്ല് വരും. അന്നേരം നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 3 to 4 minutes ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈസി റെസിപ്പി ആട്ടോ. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ബോയിൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. അതിനായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പുമാവ് റെഡിയായി കറക്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽഡായി അതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം. ഈസി ആയിട്ട് പീലായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് കിവിക്കുട്ടിന് ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൽ പോകാൻ നോക്കുകയാണ്. പിന്നെ ഭയങ്കര മടിയാണ്. പിന്നെ അവന് ഞാൻ ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഗീയൊക്കെ ഒന്ന് തേച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത്
ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. അണിയൻസും പിന്നെ ചില്ലി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. അങ്ങനെ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. കിവിക്കുട്ടൻ അപ്പോഴത്തേക്കും കിച്ചണിൽ വന്നിട്ട് അവനെ ശിവ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക വെച്ചു, പൊട്ടറ്റോ ബോയിൽഡായി, അതൊന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്മാഷർ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചു. പിന്നെ കിവിക്ക് കൊടുക്കുന്ന കഞ്ഞിയാട്ടോ. കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അവന് ചില ദിവസം കഞ്ഞി വേണമെന്ന് പറയും. അപ്പോൾ അതാണ് ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണ് സ്കൂളിൽ പോകാൻ മടിയായിട്ട്. ഇന്ന് പോകണമെന്ന് ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടിലൊക്കെ ഇറങ്ങി. ഇതെൻ്റെ അഡീനിയം പ്ലാന്റ് ആണ്. എനിക്കിപ്പോൾ 3 കളർ അഡീനിയം പ്ലാന്റ് ഉണ്ട്. ജസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കിവിക്കുട്ടന് കഞ്ഞി കൊടുക്കാൻ പോവാട്ടോ. കഞ്ഞിയൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഇത്. രാവിലെ തന്നെ മോർണിംഗ് തന്നെ ലഞ്ചും എല്ലാം റെഡി ആവും കേട്ടോ. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം തന്നെ രാവിലെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെക്കും. പിന്നെ ഇനി നമ്മുടെ മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. നന്നായിട്ട് ഓയിൽ ചൂടായപ്പം കടുക് പൊട്ടിച്ചു. അതിന് ശേഷം ഓനിയന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴലണം. ഒരു ബ്രൗൺ കളറാവും. നമുക്കതിലേക്ക് ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, പിന്നെ ചില്ലി പൗഡർ, ഈ പൗഡേഴ്സ് എല്ലാം ഇട്ടിട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ചൊന്ന് വറ്റണം കേട്ടോ. ഓവർ ലൂസായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല.
അപ്പോൾ നമ്മുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. നമ്മൾ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ലഞ്ചൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു.